ഹായ് കൂട്ടുകാരെ, ബന്ദിപ്പൂർ കാട്ടിലൂടെയുള്ള മൃഗങ്ങളെ കാണാൻ പോയ ഒരു യാത്രയുടെ വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് മുന്നിലതാ വലിയ ഒരു ആനയും ഒരു കുട്ടിയും ഉണ്ട് ട്ടോ. ഇപ്പുറത്ത് തന്നെ വേറൊരു ആനയും നിൽക്കുന്നുണ്ട്. ഏതായാലും നല്ല ഒരു രസമുള്ള കാഴ്ച തന്നെയായിരുന്നു അത്. ഇപ്പുറത്ത് തന്നെ നിറയെ കാട്ടുപോത്തുകൾ ഇങ്ങനെ വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് യാത്ര തുടരാം. അടുത്തതായി എന്ത് കാണുന്നു എന്ന് നോക്കാം. അതാ ഈ ഭാഗത്ത് തന്നെ നിറയെ കാട്ടുപോത്തുകളുണ്ട്. ഇരുട്ടായതുകൊണ്ട് അവകളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. ഒന്നു രണ്ടുമല്ല, നിറയെ ഉണ്ട് ട്ടോ. ഇപ്പുറത്ത് തന്നെ വീണ്ടും വേറെയും ഒരു കാട്ടുപോത്ത്. മുന്നിൽ അതാ വലിയ ഒരു കൊമ്പനും. ഏതായാലും ഇത് നല്ല രസമുള്ള കാര്യം തന്നെയാണ്. ആ കൊമ്പൻ അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് തന്നെ വേറെയും ഒരു ആന ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്തേക്കാണ് ഈ കൊമ്പൻ ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. അതാ അതിൻ്റെ ഇടയിലൂടെ അപ്പുറത്ത് കണ്ടില്ലേ, എങ്ങനെ വെള്ള കൊമ്പ് കാണുന്നു. അവിടെ വേറൊരു ആനയുമുണ്ട്. ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുകയാണെന്ന് തോന്നുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ആനകൾ തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത് കാണുന്നത്. ഏതായാലും നല്ല രസമുണ്ട് കാണാൻ. അവരങ്ങനെ കൊമ്പ് കോർക്കട്ടെ, നമുക്ക് യാത്ര തുടരാം. അതാ ഒരു കാട്ടുമുയലാണെന്ന് തോന്നുന്നു ഓടിപ്പോകുന്നത്. നമുക്ക് വീണ്ടും യാത്ര തുടരാം. അതാ ഈ സൈഡിൽ തന്നെ നിറയെ മാനുകളുണ്ട്. ഇനി എന്താണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയൊന്നും ഒരു മൃഗങ്ങളും ഇല്ല എന്ന് തോന്നുന്നു. പെട്ടെന്നായിരിക്കും ട്ടോ മൃഗങ്ങളെ കാണുക. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അതാ അവിടെ ഒരു ആനയുണ്ട് ട്ടോ. ഒരു ആനയുണ്ട്, ഒറ്റക്കാണ് നിൽക്കുന്നത്. ഏതായാലും ഈ മൃഗങ്ങളെയൊക്കെ വിട്ടു നിന്ന് കാണാൻ കൊള്ളാം. അടുത്ത് നിന്നാൽ വിധം മാറും. അതാ മുന്നിൽ എന്നെ വീണ്ടും ഒരു കൊമ്പൻ. അത് അങ്ങോട്ട് പോവണോ ഇങ്ങോട്ട് പോവണോ എന്നുള്ളൊരു ചിന്തയിലാണ്. അത് പോവുന്നുണ്ട് കൂട്ടുകാരെ, കാട്ടിലേക്ക്. ഇല്ലല്ല, അതിന് പോവാൻ തോന്നുന്നില്ല എന്ന് തോന്നുന്നു. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി കണ്ടിട്ടാ എന്താന്നാവോ ഇപ്പുറത്ത് ഈ സൈഡിലൂടെ കാട്ടിലേക്ക് തന്നെ അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി യാത്ര തുടരാം. അതാ കൂട്ടുകാരെ, വീണ്ടും മുന്നിൽ അതാ വലിയൊരു കൊമ്പൻ വന്നിട്ടുണ്ട്. ഇനി ഈ കൊമ്പൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം. അത് കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് കൂട്ടുകാരെ. ഏതായാലും ഈ യാത്രയിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഒരു മൃഗങ്ങളെയും കാണുന്നില്ലല്ലോ. അതാ നിറയെ മാനുകൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. എന്താ രസല്ലേ, നിറയെ മാനുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാന്. അപ്പോ കൂട്ടുകാരെ, ഈ ബന്ദിപ്പൂർ യാത്രയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു.